ഹലോ. അപ്പോൾ ഞാനെന്തേ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ജനുവരി 1 ഇപ്പോൾ ന്യൂ ഇയർ അല്ലേ. നമ്മൾ വിചാരിച്ചു ഒന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. നൈറ്റാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട് പോകുമ്പോൾ. അപ്പോൾ മുന്നിൽ ഇതേ വൈശാഖേട്ടനും അമ്മും പോകുന്നുണ്ട്. അപ്പോൾ ബീച്ചിലെത്തി നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ അധികം ആൾക്കാരില്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഒരു ഏരിയക്കാണ് പോയിട്ടുള്ളത്. മറ്റു സൈഡിലൊക്കെ നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളിതേ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉപ്പിലിട്ടതൊക്കെ നമുക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ പോയത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സാധനങ്ങളുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാവും കഴിക്കാൻ. ഇവിടെ നല്ല ബീച്ചിൽ വന്നിട്ട് നല്ല എവിടെ നിന്ന് കണ്ടാലും നമുക്ക് ഈ ഉപ്പിലിട്ടതൊരു വികാരം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളിതേ അത് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഏട്ടൻ ആ കക്കരിക്കെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അമ്മ മാങ്ങ എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ മാത്രം ഇവിടെ വീഡിയോ എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഫോണൊന്ന് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാനൊന്ന് കഴിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കണ്ട് കൊതി സഹിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നതാണ്. പിന്നെ ഫോൺ ഞാൻ നേരെ ഏട്ടൻ്റെ കൈ കൊടുത്തിട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ അതാ വൈശാഖേട്ടൻ മാങ്ങ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ എടുക്കുന്ന ആ സാധനം ഉണ്ടെന്ന് എന്താ അതിന് പറയുക, ചവണേ, ആ സംഭവം വേറെ ഉള്ള ആൾക്കാർ എടുത്തുകൊണ്ട് പോയിട്ടോ. പിന്നെ ഞാൻ കുറേ നേരം അതിന് വെയിറ്റ് ചെയ്ത് നിന്ന്. ഇപ്പോഴും നോക്കുക ഫുൾ ആൾക്കാരാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നൈറ്റ് തിരക്കായിരിക്കും. ന്യൂ ഇയറും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, വരുന്നുണ്ട്. അപ്പോൾ അവസാനം ഇതേ എനിക്ക് ആ സാധനം കിട്ടി. ഞാൻ ഫസ്റ്റ് എടുത്തത് കക്കരിക്കാണ് കേട്ടോ. കക്കരിക്ക എടുത്തു. നന്നായിട്ട് അതിൽ മുളകൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴിക്കാൻ കേട്ടോ. ആ ഒരു വികാരം കഴിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ ഉപ്പിലിട്ടതെന്ന് പറയുന്നത് എന്ന് നമുക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അമ്മ ഇതേ ഐസ്വരതി കഴിക്കാനാട്ടോ. എനിക്ക് പിന്നെ തൊണ്ടവേദന ആയതുകൊണ്ട് ഞാൻ അതിമക്ക് നിന്നിട്ടില്ല. ഓള് മധുരമാണ് എടുത്തത്. പിന്നെ ഞാൻ അടുത്തത് ട്രൈ ചെയ്തു, പേരൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നേ. അപ്പോൾ നമ്മൾ ആര്യ ഫിലിമിൽ പറയുന്നുണ്ടല്ലോ, അല്ലു അർജുൻ കാണിക്കുന്നുണ്ടല്ലോ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട്, ആ സംഭവമാണ് കാണിക്കുന്നത്. എന്താ പറഞ്ഞതൊന്നും ഓർമ്മയില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ അടുത്തേ പോയിട്ടുള്ളൂ, അടുത്തെത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വീണിട്ടില്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ തിരയെണ്ണി കളിച്ചെന്ന് പറയാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുട്ടികളെയും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഫുൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മളും കുറേ സമയം അവിടെ വന്നിരുന്നു. ഞാൻ വല്ലാതെ അങ്ങനെ നൈറ്റ് പോയിട്ടില്ല കേട്ടോ. ബീച്ചിലേക്ക് അങ്ങനെ വല്ലാതെ നൈറ്റ് പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ചപ്പുറത്ത് ആ സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അടുത്തൊക്കെ പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് കുറച്ചപ്പുറത്ത് അതേപോലെ പാർക്ക് എന്നല്ല, കുറച്ച് ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു, സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചതിൻ്റെ ശേഷം ഞങ്ങളിതേ പോരുമ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. കാടമുട്ട വാങ്ങിയിട്ടുണ്ട്, കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ കോളിഫ്ലവറിനോട് അത്ര വലിയൊരു താല്പര്യമില്ല. എനിക്ക് ആ ടേസ്റ്റ് വല്ലാതെ അങ്ങ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാടമുട്ട വാങ്ങിയിട്ടോ. കാടമുട്ടയും ചായയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ കുറേ നേരമൊക്കെ ഒന്നിങ്ങനെ ഇരുന്നു, സംസാരിച്ചു ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോരാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് കഴിയുമ്പോൾ അടുത്ത പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മു കാടമുട്ട കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മു ബീച്ചിലേക്ക് വന്നത് തന്നെ. അത്ര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. പിന്നെ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു, ചായയൊക്കെ കുടിച്ചു, അടുത്ത സാധനങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. ഏട്ടൻ പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേ കക്കയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തേ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ വന്നിരുന്നത് ഞങ്ങളെ വണ്ടീൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ടീ ഷോപ്പിലാണ് കേട്ടോ വന്നിരുന്നത്. അപ്പം നേരെ ഞങ്ങൾ പിന്നെ പോരാണ്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഹാപ്പിയായി. പിന്നെ വേറെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ എന്തൊക്കെയോ തിരക്കുകളായിട്ട് അവരൊന്നും പോന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ പോന്നിട്ടുള്ളേ. അങ്ങനെ ഞങ്ങൾ നേരെ റിട്ടേൺ അടിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ പോരുമ്പോൾ നമ്മൾ മാനാഞ്ചിറയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ പണി പാളിപ്പോയി. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടുത്തെ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി ഒരു കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. ഞങ്ങളൊന്ന് മാനാഞ്ചിറ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട്
ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണേ. ജിറാഫിനുണ്ടാക്കി വെച്ചതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കുറേയൊക്കെ അവരിവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അവരിങ്ങനെ എടുക്കുന്നേ ഉള്ളേ. എന്നാലും ഞങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ പോരുമ്പോൾ ഇവർക്ക് ATM കയറാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ പൈസ എടുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവർ വന്നു. നമ്മളിതേ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല. അവിടെ തന്നെ നമ്മൾ ചായ കുടിച്ചപ്പോൾ തന്നെ കുറേ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മളിത് ഊർക്കടവ് പാലത്തുമ്മയ്ക്ക് എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലെത്താറായി കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ തൊഴിലുറപ്പുകാരെ ടൂറായിരുന്നു കേട്ടോ, ഊട്ടിക്കായിരുന്നു. അപ്പോൾ അവർ വന്നതാണെന്ന് തോന്നുന്നുണ്ടേ. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിറങ്ങിയിട്ടുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ, ബസ് കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതേ വൈശാഖേട്ടനോടും അമ്മൂനോടൊക്കെ ബായ് പറയുകയാണ്. അപ്പോഴാണ് ബസ്സിൽ നല്ല പാട്ട് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അവർ നേരെ പോയി. ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്കും പോയി കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ പോയി വന്ന് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 12 മണിയായിട്ടോ. വീട്ടിലെത്തി. ഇനി ഡ്രസ്സൊക്കെ മാറ്റുക, ഒരൊറ്റ കിടത്തം കിടക്കുക. അപ്പോൾ ഗുഡ് നൈറ്റ് അറി. ഞാൻ എന്തിനും ബദിരയും മൂകയുമാണ്. ഗുഡ് നൈറ്റ് അറിയിക്ക്. ഗുഡ് നൈറ്റ്.